ഹലോ മക്കളെ, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് അല്ലേ. എൻ്റെ പേര് രോഹിത് എന്നാണ്. RT എന്നാണ് കോഡ്. നിങ്ങൾക്ക് RT എന്ന് വിളിക്കാം, രോഹിത് എന്ന് വിളിക്കാം, എന്ത് വേണേ വിളിക്കാം, തെറി വിളിച്ച് എന്ത് വേണേ വിളിക്കാം. ഞാൻ നിങ്ങളെ 7th മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുകയുണ്ടായി. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ഇൻഡിജേഴ്സ്, അതിൽ കുറേ പ്രോപ്പർട്ടീസ് കണ്ടു. അപ്പം എനിക്ക് തോന്നി ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. അപ്പോൾ പല കുട്ടികൾക്കും ഈ പ്രോപ്പർട്ടീസ് വരുമ്പം ഭയങ്കര കൺഫ്യൂഷനാണ്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പല കുട്ടികളും പറയാറുണ്ട്. എനിക്കും പണ്ട് പ്രോപ്പർട്ടീസ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനുള്ള ബുദ്ധിമുട്ടല്ല, സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം എൻ്റെ മക്കളിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ, ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഈ ഒരു 10 മിനിറ്റ് ഉള്ള ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ളത് ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഇൻഡിജേഴ്സ് ആണ് മക്കളെ. അതിനാദ്യം എന്താ ഈ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, അതാ ഇതാണ് ഇൻഡിജേഴ്സ്. എന്താണ് ഇൻഡിജേഴ്സ്? ഇതാണ് ഇൻഡിജേഴ്സ്. എന്തൊക്കെ? 0 മുതൽ അങ്ങോട്ടേക്കുള്ള പോസിറ്റീവ് നമ്പേഴ്സ്, 0 മുതൽ റൈറ്റ് സൈഡിലോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എക്സെട്ര അങ്ങനെ. അതേപോലെ നെഗറ്റീവിലോട്ടുള്ള -1, -2, -3, -4, അതായത് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0യും. അതാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ സെന്റ് ആണ്. ഓർമ്മിച്ച് വെച്ചോ, നമുക്ക് +2 വരെ ആവശ്യമുണ്ട് ഈ സാധനം, ഈ റെപ്രസെന്റേഷൻ. ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ സെന്റ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇൻഡിജേഴ്സ് ഏതൊക്കെയാ? പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8 എക്സെട്ര അങ്ങോട്ട് 0 ഉണ്ട്. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4, -5 എക്സെട്ര അല്ലെ. അപ്പൊ അതാണ് ഇൻഡിജേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്നാണ്. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലടാ, ആ ഗ്രൂപ്പ് ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. ക്ലോഷർ ക്ലോസ്ഡ് എന്ന് ആലോചിച്ച് നോക്കുക. ക്ലോസ്ഡ് അതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനി ഓപ്പറേഷൻ കണ്ടക്റ്റഡ് ഓൺ എലമെന്റ്സ് വിത്തിൻ എ ഗ്രൂപ്പ് ഗിവ്സ് ദ റിസൾട്ട് ദാറ്റ് ഈസ് വിത്തിൻ ദ സെയിം ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ്. അതായത് ഇൻഡിജേഴ്സിന്റെ അഡീഷൻ നോക്കുക. ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ ക്ലോസ്ഡ് ആണോ അല്ലയോ നോക്കുക. ഇൻഡിജേഴ്സിന്റെ കാര്യത്തിൽ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ 2 ഇൻഡിജേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എടുക്കുന്ന 2 ഇൻഡിജേഴ്സും എന്താ? 2 നമ്പറും എന്താ? ഇൻഡിജേഴ്സ് ആണ്. ഗ്രൂപ്പ് ഇൻഡിജർ ആണ്. ഓക്കെ, കിട്ടുന്ന റിസൾട്ടും ഇൻഡിജർ ആയിരിക്കും. അതായത് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന ഈ ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും 2 എലമെന്റ്സ് എടുക്കുക, 2 ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിതാ ഈ ഗ്രൂപ്പിൽ നിന്ന്, ഇൻഡിജേഴ്സ് എന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ -3 എടുത്തു, 0 എടുത്തു. ഓക്കെ, -3 0 എടുത്തു. അത് രണ്ടും നമ്മൾ നോക്കുന്നത്, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അഡീഷനിൽ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്നാണ്. അഡീഷന്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അഡീഷൻ വരുമ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഓക്കെ ആണോ അവിടെ, അതോ ഓക്കെ അല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത നമ്പേഴ്സ് എടുക്കുക, -3 0. ഏത് ഗ്രൂപ്പിൽ നിന്ന് എടുത്തത്? ഇൻഡിജേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അഡീഷൻ ആണല്ലോ, ആഡ് ചെയ്തു. അപ്പൊ എന്താ കിട്ടുക? -3 + 0 എന്ന് പറഞ്ഞാൽ എന്താ? -3 തന്നെ അല്ലേ. അപ്പൊ കിട്ടിയ നമ്പറും എന്താ? നമുക്ക് കിട്ടിയ റിസൾട്ടും ഒരു ഇൻഡിജർ ആണ് അല്ലേ. അങ്ങനെ മക്കള് ഇൻഡിജേഴ്സിൽ ഏത് 2 ഇൻഡിജേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. കിട്ടുന്ന റിസൾട്ട് അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള എലമെന്റ് ആയിരിക്കും. ഇൻഡിജേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഏത് 2 നമ്പേഴ്സ് എടുത്താലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 എടുത്തു, മറ്റൊരു നമ്പർ 5 എടുത്തു. ഓക്കെ, രണ്ടും തമ്മിൽ ആഡ് ചെയ്തു, 3 + 5 കിട്ടുന്ന റിസൾട്ട് എന്താ? 8 അല്ലേ. അത് അഗെയിൻ ഒരു ഇൻഡിജർ അല്ലേ. സി, നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ ഒരു ഇൻഡിജേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് 2 എലമെന്റ്സ് എടുത്തു. അതൊക്കെ 3ഉം 5ഉം രണ്ടും കൂടെ ആഡ് ചെയ്തു. കിട്ടിയ റിസൾട്ട് ആയിട്ടുള്ള 8ഉം അതേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ് അല്ലേ? ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇൻഡിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ വരുന്ന കേസിൽ ഇൻഡിജേഴ്സ് ക്ലോസ്ഡ് ആണ്. അതിനൊന്ന് 2 എക്സാമ്പിൾസ് നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം. 3 + 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. പിന്നെ -6 + 5 എന്ന് പറഞ്ഞാൽ -1 ആണ്. 0 + 5 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലെ. 3 + 8, 3ഉം 5ഉം എന്താ? ഇൻഡിജേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് എടുത്ത നമ്പേഴ്സ് ആണ്. രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് മറ്റൊരു ഇൻഡിജർ. -6 ഒരു ഇൻഡിജർ ആണ്, 5 ഒരു ഇൻഡിജർ ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും ഒരു ഇൻഡിജർ ആണ്. അപ്പൊ എന്താ? ക്ലോസ്ഡ് ആണ്. അത്ര മതി. ഈ സബ്ട്രാക്ഷന്റെ കേസ് വരുമ്പോൾ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ മക്കള് 2 ഇൻഡിജേഴ്സ് എടുത്തോ, 4ഉം 5ഉം രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം? ഇൻഡിജർ ആയിരിക്കണം. 4 - 5 എത്രയാ? -1. ഇൻഡിജർ അല്ലേ? ആണ്. വേറൊരു ഇൻഡിജർ എടുത്തോ 6, മറ്റൊരു ഇൻഡിജർ എടുത്തോ 4, രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. കിട്ടുന്ന റിസൾട്ട് എന്താ? 2. അഗെയിൻ അതൊരു ഇൻഡിജർ അല്ലേ. അപ്പോൾ 2 ഇൻഡിജേഴ്സ് എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന റിസൾട്ട്സ് എന്തായിരിക്കും? ഇൻഡിജർ ആയിരിക്കും. സെയിം ഗ്രൂപ്പിലുള്ള 2 എലമെന്റ്സ് എടുത്തു, ഇൻഡിജേഴ്സ് എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് 2 എലമെന്റ്സ് എടുത്തു, രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു, കിട്ടുന്ന റിസൾട്ട് എന്താ?
അതേ ഗ്രൂപ്പ് തന്നെ, അതായത് ഇൻഡിജർ തന്നെ. അപ്പൊ എന്താ? ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണോ? ആണ്. നിങ്ങൾ രണ്ട് ഇൻഡിജേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ നോക്ക്. ഫോർ എക്സാമ്പിൾ 4ഉം 6ഉം എടുത്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 4 × 6 24. കിട്ടിയ റിസൾട്ട് 24 ഇൻഡിജർ അല്ലേ? ആണ്. ഇനി 0ഉം 5ഉം എടുത്തോ. 0 × 5 കിട്ടിയ റിസൾട്ട് എത്രയാ? 0. 0യും നമ്മൾ എടുത്ത നമ്പേഴ്സ് എടുക്കുക, 0യും 5ഉം നമ്മൾ എടുത്തു അല്ലെ? ആ രണ്ട് നമ്പേഴ്സും എന്താ? ഇൻഡിജേഴ്സ് ആണ്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ? 0. അതും എന്താ? ഇൻഡിജർ ആണ്. അപ്പോൾ സെയിം ഗ്രൂപ്പ് തന്നെ കിട്ടി റിസൾട്ടും. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ ആണോ അല്ലയോ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് രണ്ട് ഇൻഡിജേഴ്സ് എടുക്കാവേ. ഏതൊക്കെ എടുക്കാം? നമുക്ക് 1ഉം 2ഉം എടുക്കാം. 1ഉം 2ഉം എടുത്തു. രണ്ട് ഇൻഡിജേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, അത് തമ്മിൽ ഡിവൈഡ് ചെയ്തു. 1/2 അണ്ടർ ഡിവിഷൻ അങ്ങനെ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഡിവിഷന്റെ പ്രോപ്പർട്ടി നമ്മൾ നോക്കുന്നത്. ഡിവിഷൻ വരുമ്പോൾ ക്ലോസ്ഡ് ആണോ അല്ലയോ? ഡിവിഷൻ വരുമ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിവിഷന്റെ കേസിൽ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കുക. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 എന്ന് പറഞ്ഞാൽ അതിനെ വേറെ രീതിയിലൊന്നും എഴുതാൻ പറ്റില്ല അല്ലെ? നമുക്ക് വേണമെങ്കിൽ 0.5 എന്ന് എഴുതാം അല്ലെ? ഒന്നുകിൽ 0.5 എന്ന് എഴുതാം, അതും അല്ലെങ്കിൽ ഓർ 1/2 ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 1/2 അത് ഇൻഡിജർ ആണോ? 0.5 അല്ലെങ്കിൽ 1/2 എന്ന് പറഞ്ഞ ഇൻഡിജർ ആണോ? ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഇൻഡിജേഴ്സ് ആണോ? അല്ല. നമ്മൾ എപ്പോഴും ഇൻഡിജേഴ്സിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉള്ളത്? 0, 1, 2, 3, 4, 5, 6 എക്സെട്ര, അല്ലെങ്കിൽ -1, -2, -3, -4 എക്സെട്ര. അതിലൊരു 1/2 വരുമോ? അതിലൊരു 1/2 ഇല്ല അല്ലെ? അപ്പം നമ്മൾ രണ്ട് ഇൻഡിജേഴ്സ് എടുത്തു, 1ഉം 2ഉം. അത് രണ്ടും തമ്മിൽ നമ്മൾ ഡിവിഷൻ ചെയ്തു. പക്ഷെ കിട്ടിയ റിസൾട്ട് 1/2 ആണ് അല്ലെ? 1/2 അല്ലെങ്കിൽ 0.5 ആണ്. അത് ഇൻഡിജർ അല്ല. നമ്മൾ ഒരു ഗ്രൂപ്പിലുള്ള ഇൻഡിജേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്ന് രണ്ട് എലമെന്റ്സ് എടുത്തു. രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. പക്ഷെ കിട്ടിയ റിസൾട്ട് എന്തല്ല? അതേ ഗ്രൂപ്പിലുള്ള എലമെന്റ് അല്ല. 1/2 ഇൻഡിജർ അല്ല. ഇൻഡിജർ എന്ന ഗ്രൂപ്പിലുള്ള എലമെന്റ് അല്ല. അപ്പൊ എന്താണ്? ക്ലോസ്ഡ് അല്ല. ഡിവിഷന്റെ കേസിൽ ഇൻഡിജേഴ്സ് ക്ലോസ്ഡ് അല്ല. നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. മനസ്സിലായോ? അപ്പൊ ഇത്രയുള്ളൂ ക്ലോഷർ പ്രോപ്പർട്ടി. നമ്മൾ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇപ്പൊ ഗ്രൂപ്പ് ഇൻഡിജേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ രണ്ട് നമ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാം. അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടും അതേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആയിരിക്കണം. അത് ആ ഗ്രൂപ്പിൽ ഏത് നമ്പേഴ്സ് എടുത്താലും ശരിയാവണം കേട്ടോ. ചില നമ്പേഴ്സ് തോന്നല്ല, ഏത് നമ്പേഴ്സ് എടുത്താലും ശരിയാവണം. കിട്ടുന്ന റിസൾട്ടും അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള എലമെന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ക്ലോസ്ഡ് ആണെന്ന്. അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ പറയാം ക്ലോസ്ഡ് അല്ല, നോട്ട് ക്ലോസ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇൻഡിജേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ അഡീഷൻ ക്ലോസ്ഡ് ആണ്, സബ്സ്ട്രാക്ഷൻ ക്ലോസ്ഡ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് അല്ലാത്ത ആകെ ഒരാളേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡിവിഷൻ. ഡിവിഷൻ ക്ലോസ്ഡ് അല്ല. സെറ്റ് ആണല്ലോ? സോ മക്കളെ, കൃത്യമായിട്ട് മനസ്സിലായ കുട്ടികൾ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ടും കൂടെ ഇടുക കേട്ടോ. കൃത്യമായിട്ട് ക്ലോഷർ പ്രോപ്പർട്ടി മനസ്സിലായ എൻ്റെ മക്കള് കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് കൂടെ ഇടുക. ബൈ.